ഹലോ ഹായ് എവരിവൺ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊരു ഇൻട്രോ ആണ് ജാഞ്ചു ആരും കൂടെയാണ് തന്നത്. അപ്പോൾ ഇന്ന് അമ്മുവിൻ്റെ ബർത്ത്ഡേ ആണ്. അത് പ്രമാണിച്ച് നമ്മളൊരു സർപ്രൈസിനായിട്ട് കരുനാഗപ്പള്ളി പരദീസിലോട്ടാണ് പോയത്. സോ അവരെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാനും വിഷ്ണു ഷൈൻചേട്ടനും കൂടെ കേക്ക് വാങ്ങാൻ വേണ്ടി വന്നു. സോ അവിടെ അടുത്ത് തന്നെ നമ്മുടെ കേക്ക് വേൾഡ് ഉണ്ട്. സോ അവിടെ പലതരം കേക്ക് 1 kg തൊട്ടിട്ട് അവൈലബിൾ ആണ്. സോ നമ്മൾ ബ്ലൂബെറി കേക്കാണ് ഫൈനലൈസ് ചെയ്തിട്ട് അവിടെ തന്നെ നമ്മുടെ പാർട്ടി പോപ്പേഴ്സും ക്യാപ്പും അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്, ക്യാൻഡിലും എല്ലാം. പാർട്ടി ഓർഗനൈസേഴ്സ് ഹാപ്പി ബർത്ത്ഡേ ബാങ്കർ അമ്മു എന്നാണ് നമ്മൾ കേക്കിൻ്റെ മണ്ടയ്ക്ക് എഴുതിയിട്ടുള്ളത്. സോ അവൾ ബാങ്കിലായതുകൊണ്ട് മാത്രമല്ല മന്തിൻ്റെലൊക്കെ എന്നെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നത് അവളാണ്. സോ അതിൻ്റെ ഒരു ആദര സൂചകമായിട്ടാണ് ഞാനത് എഴുതിയിട്ടുള്ളത്. സോ പരദീസ എൻ്റെ അമ്മു അടിപൊളി പാർക്കിംഗ് ആണ്, കുറേ സ്പേസ് അവൈലബിൾ ആണ്. അവിടെ നമ്മൾ പാർക്ക് ചെയ്ത് നമ്മൾ കേക്കുമായിട്ട് കയറി ചെല്ലുവാണ്. സോ ഓൾറെഡി ശാലിനി ചേച്ചി, മുത്തും അമ്മും ജാഞ്ചു ആരും ഒക്കെ അവിടെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ സർപ്രൈസ് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി, കാരണം അവിടെ ആ സ്റ്റേജ് ഓൾറെഡി ഓക്യുപ്പൈഡ് ആയിരുന്നു വേറൊരു ആൾക്കാർ വെച്ചിട്ട്. സോ നമ്മൾ നേരെ അമ്മുവിൻ്റെ അടുത്ത് ചെന്നിട്ട് കേക്ക് വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ എല്ലാം പറഞ്ഞു. സോ നേരെ അപ്പോഴത്തേക്കും ആ സ്റ്റേജ് വെക്കേറ്റായി. അപ്പോൾ നമ്മൾ നേരെ വന്നിട്ട് നമ്മുടെ കേക്കും എല്ലാം അവിടെ സെറ്റ് ചെയ്യുവാണ്. സോ നമ്മളിവിടെ വരുവാണെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ തന്നെ ഒരു സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്, ഇങ്ങനെ ചെറിയ സെലിബ്രേഷൻസൊക്കെ കേക്ക് കട്ടിങ്ങിനും എല്ലാമായിട്ട്. സോ നമ്മൾ അവിടെ തന്നെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു, അവിടെ നമ്മുടെ കേക്ക് വെച്ചു. അതുപോലെ തന്നെ നമ്മൾ ക്യാൻഡിലും എല്ലാം സെറ്റ് ചെയ്തു. സോ അമ്മു ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. അമ്മു എന്നോട് കേക്ക് കട്ടിയാന്നൊക്കെ പറഞ്ഞു. സോ അങ്ങനെ അമ്മുവിനെ എല്ലാം നമ്മൾ ആ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു ബോർഡ് ടൈപ്പാണ് നമ്മൾ വാങ്ങിയത് ക്യാപ്പിന് പകരം. സോ ജാഞ്ചു അപ്പോഴത്തേനും അങ്ങ് ഉറങ്ങിപ്പോയി. ആരും ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബിക്കോസ് നമ്മുടെ കുട്ടിക്കാലത്തൊന്നും ഇങ്ങനൊരു കേക്ക് കട്ടിങ് ഇല്ലായിരുന്നു. സോ ഫോർ ദ ഫസ്റ്റ് ടൈമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ക്യാൻഡിൽ ബ്ലോ ചെയ്യാൻ മറന്നുവെങ്കിലും അമ്മ കേക്കെല്ലാം നന്ന് അടിപൊളിയായിട്ട് നമ്മൾ കട്ട് ചെയ്തു. എല്ലാവരുടെ കേക്കെല്ലാം ടേസ്റ്റൊക്കെ ചെയ്തു. അപ്പം നൈറ്റ് ആയതുകൊണ്ട് എനിക്ക് അത്രയും അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല. ജാഞ്ചു എണ്ണീറ്റ് അപ്പോഴത്തേക്കിന് അത്രയും നേരം ഉറങ്ങുമായിരുന്നു. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവൻ എണീറ്റു. എന്നിട്ട് അമ്മു നമ്മൾ ബാക്കി വന്നിരുന്ന കേക്കെല്ലാം കട്ട് ചെയ്ത് അവിടെയുള്ള എല്ലാവർക്കും നമ്മൾ ഷെയറൊക്കെ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യൂ നല്ല അടിപൊളിയാണ്. അവിടെ പല നമുക്ക് ഫോട്ടോജനിക്കായിട്ടുള്ള സ്പോട്സും എല്ലാം അവൈലബിൾ ആണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ. അത്യാവശ്യം നല്ല നമുക്ക് സ്പേസും ഉണ്ട്, സിറ്റിംഗ് സ്പേസും ഉണ്ട്, നമ്മുടെ ഒരു പ്രൈവസി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഫുഡാണെങ്കിലും കുറേ വെറൈറ്റീസ് ഉണ്ട്. പാൽക്കപ്പയൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ശാലിനി ചേച്ചിയാണ് നമുക്കിത് സജസ്റ്റ് ചെയ്ത് തന്നെ. ആക്ച്വലി ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഫാമിലിയായിട്ട് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമുക്ക് പോയിരുന്ന് കുറേ ടൈം സ്പെൻഡ് ചെയ്ത് ഇതുപോലെയുള്ള കുട്ടി സെലിബ്രേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു പെർഫെക്റ്റ് സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഫുഡ് വന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതിലൊരു വൺ ഓഫ് ദ മെയിൻ ഐറ്റമായിരുന്നു ഈ വരാൽ പൊള്ളിച്ചത്. അപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് ഫിഷാണ്. അപ്പം ഞാൻ വരാൽ പൊള്ളിച്ചതാണ് അങ്ങനെ ഓർഡർ ചെയ്തത്. പിന്നെ പുട്ട്, ഷെസ്വാൻ ഫ്രൈഡ് റൈസ്, അങ്ങനെ കുറേ ബട്ടർ ചിക്കൻ നല്ല അടിപൊളിയായിരുന്നു. സോ ഹണി, അൽഫാം എല്ലാം നമ്മൾ ട്രൈ ചെയ്തു എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തിട്ട്. വയറൊക്കെ നിറച്ച് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതേ അവിടെ കുറേ ഫോട്ടോജനിക്കായിട്ടുള്ള സ്പോട്ടുകളുണ്ട്, ഇങ്ങനെ ലൈറ്റൊക്കെ ഹാങ് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഈവനിങ് ടു നൈറ്റ് ടൈം ആയിരിക്കും ബെസ്റ്റ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുട്ടികളെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സ്റ്റേജ് ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പാട്ടുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അവർ ഭയങ്കരമായിട്ട് ഡാൻസിങ് ഒക്കെ ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ നമുക്ക് അതിവിശാലമായിട്ടുള്ളൊരു പ്ലേ ഏരിയ ഉണ്ട്. കുറേ റൈഡ്സ് അവൈലബിൾ ആണ്. അതിൽ കുറച്ചൊക്കെ ഇപ്പോൾ മെയിൻ്റനൻസിലാണ്. എന്നാൽ തന്നെയും നമുക്ക് കുറേ പിള്ളേർക്ക് എൻഗേജ്ഡ് ആവാൻ പറ്റിയത് ഒരു 2 hours ഒക്കെ പിള്ളേർ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസ് അടിപൊളിയാണ്. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
അതുപോലെ തന്നെ നമ്മുടെ ഫുഡും അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. സോ നമുക്ക് ഇങ്ങനെ കുട്ടി സെലിബ്രേഷനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകാൻ പറ്റിയൊരു സ്പോട്ടാണ്. സോ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നേരെ ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് നമ്മളിതേ വീണ്ടും ഒരു പാർട്ടി പോപ്പേഴ്സ് നമ്മൾ ആദ്യം വാങ്ങിയത് അവിടെ അലൗഡ് അല്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് വന്നിട്ട് വീടിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ട് വീണ്ടും ഒന്ന് പൊട്ടിച്ചു. സോ അപ്പോൾ അതുപോലെ തന്നെ ആദ്യം ഒന്നും പിടിച്ചിട്ടൊന്നും ശരിയായില്ല. അമ്മു തന്നെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എങ്ങനെയോ അതും പൊട്ടി. ഇതിനകത്ത് കൊറേ ഇതുണ്ടോ? പിന്നെ ഇതേ നമ്മൾ പൂത്തിരി കത്തിച്ച് മൂന്നാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷനും നടത്തി. അപ്പം ഭയങ്കര നല്ലൊരു ഡേ ആയിരുന്നു. ആക്ച്വലി പെട്ടെന്നാണ് പ്ലാൻ ചെയ്തത്. എല്ലാം വളരെ നന്നായിട്ട് നടന്നു. സ്പെഷ്യൽ താങ്ക്സ് ടു ശാലിനി ചേച്ചിയാണ് പരദീസ് സജസ്റ്റ് ചെയ്തത്. സോ അടിപൊളി ഒരു ഈവനിങ് ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ അമ്മു. വി ലവ് യു സോ മച്ച്. ഹാവ് എ ബ്ലാസ്റ്റ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതിന് വരെ താങ്ക് യു ഗൈസ്. ബൈ ബൈ.